കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ജയേഷ് ജോർജ്, വെരി ഗുഡ് ഈവനിങ്. ജയേഷ് ജോർജ്, ഗുഡ് ഈവനിങ്. ശ്രീ ജയേഷ് ജോർജ്, ഇപ്പോൾ ശശി തരൂർ എം പിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കെ സി ഒയുടെ ഈഗോയാണ് ഈ സഞ്ജു സാംസന്റെ അവസരം നഷ്ടപ്പെടുത്തിയത് എന്നാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം ഒഫീഷ്യലായതിനോട്? ശശി തരൂർ സാറ് ഒരു ക്രിക്കറ്റ് ഫനാറ്റിക്കാണ് ശരിക്കും പറഞ്ഞത്. അദ്ദേഹം ക്രിക്കറ്റിനോട് വളരെ താല്പര്യമുള്ള ആളാണ്. സഞ്ജു സാംസന്റെ ഒരു ഫാനുമാണ്. ഞങ്ങൾ വളരെയധികം സംസാരിക്കാറുണ്ട്, പല വേദികളിലും ഇതിനു മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ശശി തരൂർ സാറ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ട്വീറ്റ് ചെയ്യുമ്പോൾ കെ സി എ പ്രസിഡന്റായ എൻ്റെ നമ്പർ അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ സെക്രട്ടറി തിരുവനന്തപുരം തന്നെ കെ സി എ സെക്രട്ടറി വിനോദ തിരുവനന്തപുരമാണ്, എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ട്വീറ്റ് ചെയ്യായിരുന്നു. കാര്യം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണല്ലോ. സഞ്ജു സാംസണിനെ ഇന്ത്യൻ ടീമിൽ കിട്ടാത്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്, ഞങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷേ അവിടെ കെ സിയുടെ ഈഗോ എവിടെയാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. വായിച്ചു. ശ്രീ ജയേഷ് ജോർജ്, ഒരു സംശയമുള്ളത്, ഇപ്പോൾ ചാമ്പ്യൻസ് ടീമിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ നമ്മുടെ സഞ്ജു സാംസൺ ഉൾപ്പെടുത്താഞ്ഞത്? എല്ലാ മലയാളികളുടെയും ചോദ്യമാണ്. അതിന് കെ സി എ നൽകിയതായി പറയപ്പെടുന്ന പ്രാഥമിക വിശദീകരണം വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ സഞ്ജു സാംസൺ കളിക്കാതിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഈ മത്സരത്തിൽ പരിശീലനത്തിൽ മാത്രമേ താൻ പങ്കെടുക്കാത്തതുള്ളൂ. ഈ എങ്ങനെയാണോ മുഷ്താഖ് അലി ടൂർണമെൻറ്റിൽ കളിച്ചത് അതേപോലെ ആദ്യ മത്സരം മുതൽ കളിക്കാൻ ഞാൻ തയ്യാറായിരുന്നു എന്നാണ്. കെ സി എക്ക് സഞ്ജു സാംസന്റെ മെയിൽ കിട്ടിയില്ലേ കളിക്കാൻ സന്നദ്ധത അറിയിച്ചതുകൊണ്ട്? മനസ്സിലാക്കണം, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു വർഷങ്ങളായിട്ട് ബി സി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു സഞ്ജു സാംസൺ വിജയ് ഹസാരെ ഏരിയയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല ഒരു ഇന്ത്യൻ ടീം സെലക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞാൽ പെർഫോമൻസിൽ അല്ലെങ്കിൽ മോശം ഫോമിലുള്ള പല കരുൺ നായർ ഫോർ എക്സാമ്പിൾ 600 ജില്ല റണ്ണടിച്ചൊരു പ്ലെയറാണ്. അദ്ദേഹത്തിന് വിജയ് ഹസാരെ കൺസിഡർ ചെയ്തിട്ടില്ല. പെർഫോമൻസ് കൺസിഡർ ചെയ്തിട്ട് മാത്രമല്ല ഇന്ത്യൻ ടീം എടുക്കുന്നത്. മനസ്സിലായോ? പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജു സാംസന്റെ മെയിൽ വരുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. ആ മെയില് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൺസിഡർ ചെയ്താണ് സഞ്ജു സാംസനെ. മുഷ്താഖ് അലി ടൂർണമെന്റ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ക്യാമ്പിൽ വരാതിരുന്നതും ആ സമയത്ത് അദ്ദേഹം നേരിട്ട് വന്ന് കളിച്ചതും. അത് ഇന്ത്യനെ റെപ്രസെന്റ് എടുക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്യാമ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 30 അംഗ ക്യാമ്പ് വയനാട് വന്നപ്പോൾ അദ്ദേഹം കേരള ക്രിക്കറ്റ് സെക്രട്ടറിക്ക് എന്താണ് മെയിൽ അയച്ചത്? ഐ ആം നോട്ട് അവൈലബിൾ ഫോർ ഹസാരെ അല്ലെങ്കിൽ ഐ ആം നോട്ട് അവൈലബിൾ ഫോർ ദ ക്യാമ്പ് ഫോർ വിജയ് ഹസാരെ. ഒരു സ്പെസിഫിക് റീസൺ ഇല്ല, അറിയില്ല. അദ്ദേഹം ഇനി വിജയ് ഹസാരെ കളിക്കുമെന്നറിയില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മെയിലിൽ പക്ഷെ അദ്ദേഹം ബില്ലിംഗ് അറിയിച്ചില്ലെന്നില്ലേ? മത്സരത്തിൽ പങ്കെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് സന്നദ്ധത അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചു എന്ന് മാത്രം. സമ്മതിച്ചു. താങ്കൾ ഏത് പ്രസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? 24. ഞാൻ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ടി വി. ടിവിയിൽ താങ്കൾ എനിക്ക് ഒരു മാനദണ്ഡം ഉണ്ടല്ലോ, ജോലിക്ക് ചേർന്ന സമയം അല്ലെങ്കിൽ ലീവ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് പണിയെടുത്തിട്ട് പോകാൻ പറ്റുമോ? എന്നൊരു പ്ലെയർ, ഹൗ ബിഗ് എ പ്ലെയർ ഹി ഈസ്. സാങ്കേതികത്വം കൊണ്ടാണ് ഒരു പ്രതിഭയുടെ കരിയറിനെ നശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. ശ്രീ ജയേഷ് ജോർജ്, എന്റെ സംശയം ഇതാണ്, സഞ്ജു സാംസൺ എല്ലാ സാങ്കേതികത്വവും പാലിച്ചു വന്നാൽ പോലും അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന്റെ പ്രതിഭയല്ലേ? അല്ല, കേൾക്കൂ, അദ്ദേഹത്തിന്റെ അഗൻസ്റ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഈഗോയോ കാര്യങ്ങളോ എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിലും ഉണ്ടാവൂലായിരുന്നു. ഞങ്ങൾ ഒരു ഡിസിപ്ലിൻ ആക്ഷൻ എടുത്തിട്ടില്ല. ക്യാമ്പിൽ പങ്കെടുത്തില്ല, അദ്ദേഹത്തിന് വിജയ് ഹസാരെ ടീമിലെടുത്തില്ല. അപ്പൊ ഒരു പ്ലെയർക്ക് എനിക്ക് കളിക്കുമ്പോൾ പ്ലെയർ അല്ലേ സഞ്ജു സാംസൺ? ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ പോയി അദ്ദേഹം സെഞ്ചുറി അടിച്ചു, 108 റൺസ് അടിച്ചു. ചെറിയ കാര്യമല്ലല്ലോ ശ്രീ ജയേഷ് ജോർജ്. അല്ല, ഒരു നിമിഷം, എന്റെ ചോദ്യം അങ്ങ് കേൾക്കൂ ശ്രീ ജയേഷ് ജോർജ്. എന്റെ ചോദ്യം അങ്ങ് കേൾക്കൂ ശ്രീ ജയേഷ് ജോർജ്. KCA പ്രസിഡന്റ് എന്ന നിലയിൽ, അതെ ചോദ്യം പൂർത്തിയാക്കട്ടെ. അപാര ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറെ ഈ ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒഴിവാക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി പോലെ ഒരുപക്ഷെ ഇനിയും മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നൊരു അവസരം നിഷേധിക്കപ്പെടുത്തുകയും ചെയ്തതിന് പിന്നിൽ KC ആണെന്ന് സംശയിച്ച് തെറ്റു പറയാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം.
നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു അപാര ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ വിജയ് ഹസാരയിൽ അദ്ദേഹത്തിന്റെ ഫോം തെളിയിക്കേണ്ട ആവശ്യമില്ല. ഫോമിൽ നിൽക്കുന്ന പ്ലെയറെ വിജയ് ഹസാരെ കളിച്ചുകൊണ്ടോ സിസിയുടെ സെലക്ടേഴ്സിനും സെലക്ഷൻ കമ്മിറ്റിക്കും പലതരം. എന്നെ ഇന്ന് രാവിലെ സെലക്ഷന് മുമ്പ്, സെലക്ഷൻ മാറ്റർ നടക്കുന്നതിന് മുമ്പ് BCCIയുടെ സെക്രട്ടറി CEO ഹേമന്ത് കമ്മിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അഹമ്മദാബാദിൽ വേറൊരു ഫംഗ്ഷൻ നിന്നപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, വിജയ് ഹസാരെ കളിക്കാത്തത് സഞ്ജു സാംസന്റെ കേസിൽ നിങ്ങൾ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു ഡിസിപ്ലിനറി ആക്ഷനും ഇല്ല. ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ വരെ അദ്ദേഹം ഉണ്ടാവൂല. T20 ഇംഗ്ലണ്ട് ടീമിൽ ഇപ്പൊ T20 മാച്ചിൽ അദ്ദേഹം ഉണ്ടല്ലോ. ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 മാച്ചിൽ അദ്ദേഹം KCA ഒരു ഡിസിപ്ലിനറി ആക്ഷനോ എടുത്തോളൂ. ഒരു വിജയ് ഹസാരെ മാത്രമല്ല മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ കരുൺ നായർ ടീമിൽ വേണ്ടേ? 600-700 റൺ അടിച്ച കരുൺ നായർ എന്നുള്ളൊരു കൺസിഡർ ചെയ്തില്ല. സഞ്ജു സാംസന്റെ ടാലന്റോ സഞ്ജു സാംസന്റെ ഫോമോ BCCയുടെ സെലക്ടേഴ്സിന് അറിയാം. അത് വിജയ് ഹസാരയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ കളിക്കാത്തത് കൊണ്ടല്ല സഞ്ജു സാംസൺ. ജയേഷ്, സഞ്ജു സാംസൺ ഒരുപാട് ആരാധകരുള്ള, ക്രിക്കറ്റിന് ഒരുപാട് സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. KCA ഞാൻ സ്ഥാനത്ത് നിർത്താൻ വേണ്ടി മനഃപൂർവ്വം അങ്ങോട്ട് ചോദിക്കുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ എനിക്ക് അറിയേണ്ട ഒരു ചോദ്യം, വിജയ് ഹസാരെ പോലെ ആഭ്യന്തര ടൂർണമെന്റിൽ, ഏറ്റവും നിർണായകമായൊരു ടൂർണമെന്റിൽ, കേൾക്കൂ സാർ, അങ്ങ് ഈ വിജയ് ഹസാരെ പോലെ ഒരു വളരെ നിർണായകമായ ടൂർണമെന്റിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന BCCI അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നു എന്നാണ് ഭൂരിപക്ഷം ഈ കളി ആരാധകരുടെയും ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. BCCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു 19 മുതൽ 2020 ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറി ആയ മനുഷ്യനാണ് ഞാൻ. BCCI അതാ ഞാൻ പറഞ്ഞത്, വിജയ് ഹസാരയുടെ പെർഫോമൻസ് മാത്രമാണെങ്കിൽ കരുൺ നായരുടെ ടീമിലുണ്ടാകണമായിരുന്നു, ഇഷാൻ കിഷൻ ടീമിലുണ്ടാകണമായിരുന്നു. ഇപ്പോൾ സഞ്ജു സാംസനെ അവർ കൺസിഡർ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ആംഗിളിലായിരിക്കും. ഒരു T20 പ്ലെയർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിജയ് ഹസാരയിൽ കളിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീം എടുക്കുന്നതെങ്കിൽ ഞാനതാ പറഞ്ഞത്, കരുൺ നായർ ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയാണ്. പണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച കരുൺ നായർ വേണ്ടി. അപ്പോൾ സഞ്ജു സാംസനെ കേരള ക്രിക്കറ്റ് വിജയ് ഹസാര ടീമിൽ വിജയ് ഹസാര ടീമിൽ എടുക്കാത്തത് കൊണ്ടല്ല. കേൾക്കൂ, നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ, ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കൂ. ടീമിന്റെ പെർഫോമൻസ് മാത്രമാണ് ഇന്ത്യൻ ടീമിൽ കൺസിഡർ ചെയ്യുമെങ്കിൽ സെലക്ടേഴ്സിന്റെ ആവശ്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ റൺ അടിച്ചവരെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരെയും കൂടി ടീം എടുത്താൽ പോരെ? ചില മാനദണ്ഡങ്ങളും ചില മറ്റെന്തെങ്കിലും പരിഗണനകൾ ഉണ്ടോ എന്നാണ് പൊതുവെ കേരളത്തിൽ ഉയരുന്ന സംശയം. അതായത് ഫോമിൽ നിൽക്കുന്ന പ്ലെയറെ ഒഴിവാക്കുന്ന മറ്റെന്തെങ്കിലും ലോബികളോ ശക്തികളോ ഉണ്ടോ? KCA ആ അർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള സഞ്ജു സാംസനെ പോലൊരു പ്ലെയറെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നില്ലേ? ഇതൊക്കെയാണ് കേരളത്തിലെ പൊതുവായിട്ടുള്ള വിശ്വാസികളുടെ ചോദ്യം. അല്ല, സഞ്ജു സാംസൺ ഇപ്പോൾ ഉള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിലുണ്ടല്ലോ. മറുപടി ഇല്ലേ? അപ്പൊ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ സഞ്ജു സാംസൺ കളിക്കാൻ ഇടം കിട്ടാതെ പോയത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട്? ഞങ്ങളുടെ ഒരു പ്ലെയറാണ്. പക്ഷെ സഞ്ജു സാംസന്റെ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യണം. ഒരു സിംഗിൾ ലൈൻ മെസ്സേജിൽ ഞാൻ കളിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ കളിക്കാൻ റെഡിയാണ്, അത് ഞങ്ങളുടെ ഈഗോ അല്ല. ശശി തരൂർ സാറ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ടല്ല സഞ്ജു സാംസൺ ക്യാമ്പിൽ നിന്ന് മാറിയിരിക്കുന്നത്. സഞ്ജു സാംസൺ ഇതിനു മുമ്പ് വയനാട് ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ട് ക്യാമ്പ് സ്കിപ്പ് ചെയ്ത് എവിടെയോ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സഞ്ജു സാംസൺ രഞ്ജി ട്രോഫിയുടെ സമയത്ത് മുംബൈയിൽ CCI ക്ലബ്ബിൽ ഡ്രസ്സിംഗ് റൂമിൽ വന്ന് ബാറ്റ് വലിച്ചെറിഞ്ഞിട്ട് രഞ്ജി ട്രോഫി നടക്കുന്ന സമയത്ത് ടീമിൻ്റെ അടുത്ത് പറയാതെ അദ്ദേഹം ബീച്ചിൽ പോയിരുന്നു. മാച്ച് റഫർ റിപ്പോർട്ട് ചെയ്തു. അപ്പോഴും KCA അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ഈ വർഷം രഞ്ജി ട്രോഫി നടക്കുമ്പോൾ രഞ്ജി ട്രോഫി കർണാടക മാച്ചുമായിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം KCA അറിയിക്കാതെ ദുബായ്ക്ക് പോയി. എന്നിട്ട് KCA അന്വേഷണം പറഞ്ഞു, ഐ ഹാവ് എ മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞു. ആ മെഡിക്കൽ എമർജൻസി എന്താണെന്ന് KCA എടുത്ത് പറഞ്ഞിട്ടില്ല. മെഡിക്കൽ എമർജൻസി കഴിഞ്ഞിട്ട് അദ്ദേഹം ഫിറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ അപ്പോഴും സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മീഡിയ അന്വേഷിക്കൂ. സഞ്ജു സാംസൺ രഞ്ജി ട്രോഫി ബംഗാളുമായിട്ടുള്ള ക്രൂഷ്യൽ മാച്ചിൽ അത് സ്കിപ്പ് ചെയ്തപ്പോൾ റീസണേ പറഞ്ഞില്ല. പറഞ്ഞു അദ്ദേഹത്തിന്റെ മെഡിക്കൽ എമർജൻസി. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു വലിയ സെറ്റ് ബാക്ക് ആണ്. അത് സഞ്ജു സാംസൺ മാത്രമല്ല, കേരളത്തിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലെയർമാർക്കെല്ലാം അതൊരു സെറ്റ് ബാക്ക് ആണ്. താങ്കൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ, അത് ആ രീതിയിൽ പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ KCA പരിഗണിച്ചില്ല എന്നാണ്.
ഞാൻ അറിയാൻ പറഞ്ഞത് താങ്കൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചൊരു സെറ്റ് ബാക്ക് ആണ്, ഒരു താൽക്കാലിക സെറ്റ് ബാക്ക് ആണ് ശ്രീ ജയേഷ് ജോർജ്. ചാമ്പ്യൻസ് ട്രോഫി പോലൊരു ടൂർണമെന്റിൽ അവസരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ സംസാരിക്കുന്നത്. സഞ്ജു സാംസൺ വിജയ് ഹസാരെ കളിക്കാത്തത് കൊണ്ടല്ല അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യാത്തത്. കാര്യം അങ്ങനെയാണെങ്കിൽ ഇന്ന് സെലക്ഷൻ താങ്ക് യു ശ്രീ ജയേഷ് ജോർജ്. എന്തായാലും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ നിരാശപ്പെടുത്തിയ വാർത്തയാണ് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയേണ്ടതുള്ളൂ. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഇത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. താങ്ക് യു ശ്രീ ജയേഷ് ജോർജ്.